നമസ്കാരം ജയസൂര്യൻ ചേട്ടാ. നമ്മുടെ പാർലമെന്റിൽ രാജ്യസഭാ ഉപാധ്യക്ഷനായ ജഗദീപ് ധൻഖറിനെതിരെ ഒരു അവിശ്വാസ പ്രമേയം വരികയാണ്. എന്തിനാണ് ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്? ഏതാണ്ട് 60 എംപിമാർ അതിൽ ഒപ്പിട്ടു എന്നാണ് ലഭ്യമായ വിവരം. ഈ അവിശ്വാസ പ്രമേയത്തിൻ്റെ ആവശ്യം എന്താണ്? ഇതിനെ BJP കേന്ദ്ര സർക്കാർ ഇതിനെ എങ്ങനെയാണ് നേരിടാൻ ഉദ്ദേശിക്കുന്നത്? ഒന്ന് വിശദമാക്കാമോ? ഇപ്പോൾ ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ 2 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഇന്ത്യ മുന്നണി 8 നിലയിൽ പൊട്ടിച്ചെതറിക്കഴിഞ്ഞു. അത് ഇനി പുറത്തു വരാതെ ജനങ്ങളുടെ മുമ്പിൽ മുഖം രക്ഷിക്കണമെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ ഒറ്റക്കെട്ടാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു ചുമതല ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിനുണ്ട്. അതിലെ നേതാക്കളാവാൻ ആഗ്രഹിക്കുന്നവർക്കുണ്ട്. അതുകൊണ്ട് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടാണ് എന്ന് കാണിക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ് ഒരു അവിശ്വാസ പ്രമേയം. എന്നാൽ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാത്തത്? എന്തുകൊണ്ടാണ് ജഗദീപ് ധൻഖർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്? ഇത് വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് ഇതിന്റെ പിറകിലുള്ള നീക്കങ്ങൾ എന്താണ്? 60 പേര് ഒപ്പിട്ടു എന്നിപ്പോൾ പറയുന്നുണ്ടല്ലോ. 60 പേര് ഒപ്പിട്ടു, പക്ഷേ വോട്ടെടുപ്പിന് വരുമ്പോൾ ഈ 60 പേരുണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. അതിന് കാരണമുണ്ട്. ഒരു അവിശ്വാസ പ്രമേയം രാജ്യസഭയിൽ കൊടുക്കണമെങ്കിൽ മിനിമം 50 പേര് ഒപ്പിടണം. അതുകൊണ്ടാണ് ഈ 50 കഴിഞ്ഞ് ഒരു 10 പേരെയും കൂടെ ഒപ്പിച്ച് 60 ആക്കിയത്. സത്യത്തിൽ ഈ അവിശ്വാസ പ്രമേയം ആത്മാർത്ഥമാണ് എങ്കിൽ, അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നവർക്ക് കോൺഫിഡൻസ് ഉണ്ട് എങ്കിൽ, അവര് ആ മുന്നണിയിൽ വോട്ട് ചെയ്യാവുന്ന മുഴുവൻ പേരുടെയും പേര് കളക്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഇപ്പോൾ പാർലമെന്റ് സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഡൽഹിയിൽ തന്നെ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഭൂരിപക്ഷ എംപിമാരെ ഒപ്പിട്ട് അവിശ്വാസ പ്രമേയം കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ജഗദീപ് ധൻഖർ രാജിവെക്കേണ്ടി വരും, അല്ലെങ്കിൽ ഗവൺമെന്റ് രാജിവെക്കേണ്ടി വരും. ഇതൊന്നും ഉണ്ടായിട്ടില്ല. കേവലം 60 പേര് മാത്രം ഒപ്പിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ 60 പേരെ ഒപ്പിട്ടതിൽ 60 പേരും വോട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യതയും ഇല്ല. അത് മറ്റൊരു വിഷയമാണ്. നമ്മൾ ആ വിഷയമായിട്ട് തന്നെ ചർച്ച ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഈ 60 എന്നുള്ളതിന്റെ ഒരു കാര്യം, ഇത് ഇന്ത്യക്ക് പുറത്തുള്ളവരുടെ ഒരു വലിയ അജണ്ടയാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ജോർജ് സോറോസ്, ഹിൻഡൻബർഗ്, ഈ 2 പേരുടെ കമ്പനികൾ അന്താരാഷ്ട്ര തലത്തിൽ ട്രേഡിംഗ് നടത്തുന്ന കമ്പനികളാണ്. ഈ അന്താരാഷ്ട്ര ട്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി തന്റെ ഏറ്റവും അടുത്ത 10 പേരെ വിളിച്ചു ചോദിക്കുക, എന്താണ് ഹിൻഡൻബർഗിന്റെയും സോറോസിന്റെയും ഇന്റർനാഷണൽ ട്രേഡിന്റെ മേഖല എന്ന് ചോദിച്ചാൽ 10 പേരോട് ചോദിച്ചാൽ 9 പേർക്ക് അറിയത്തില്ല. കാരണം അതാണ് അവരുടെ ബിസിനസ്. നമ്മളിപ്പോ ഷെയർ മാർക്കറ്റ് എന്ന് കേട്ടിട്ടുണ്ട്, കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കറൻസി മാർക്കറ്റ് എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ രാജ്യങ്ങളുടെയും അവിടുത്തെ ധനകാര്യ സ്ഥാപനങ്ങളുടെയും റേറ്റിംഗിനെ മാർക്കറ്റിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഏറ്റവും വലുതും എന്നാൽ ഇന്ത്യക്കാർക്ക് കാര്യമായിട്ട് അറിവില്ലാത്തതുമായ ഒരു മേഖലയുണ്ട്. ആ മേഖലയിലാണ് ജോർജ് സോറോസും ഹിൻഡൻബർഗും ഒക്കെ ഇത്ര വലിയ കോടീശ്വരന്മാരായി മാറിയത്. നമ്മളറിയണം, ജോർജ് സോറോസിന് ഹിൻഡൻബർഗിന്റെ കമ്പനിയിൽ നിക്ഷേപമുണ്ട്, ഹിൻഡൻബർഗിന് തിരിച്ച് ജോർജ് സോറോസിന്റെ കമ്പനിയിൽ നിക്ഷേപമുണ്ട്. ഇപ്പോൾ ഇവർ 2 പേരും കൂടി ലോകത്ത് അമേരിക്ക, ബ്രിട്ടൻ, ചൈന, ഇന്ത്യ അടക്കം ലോകത്തെ മിക്ക രാജ്യങ്ങളുടെ മാർക്കറ്റിൽ പോയി കളിക്കുന്നുണ്ട്. അങ്ങനെ കളിക്കാൻ വേണ്ടി അവര് ധാരാളം കാര്യങ്ങൾ മറ്റു രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ജോർജ് സോറോസ് 32,000 ലക്ഷം ഡോളർ ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ട് ഒരു വലിയ NGO ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ NGOയുടെ അടിസ്ഥാനത്തിൽ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും അവർ ജനാധിപത്യം, മതേതരത്വം, മൗരാവകാശം, പരിസ്ഥിതി, ഈ 4 വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ NGO പ്രവർത്തനം നടത്തുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സർവേ റിപ്പോർട്ടുകൾ പുറത്തുവിടുക എന്നുള്ളതാണ്. അന്വേഷണ റിപ്പോർട്ടുകളും സർവേ റിപ്പോർട്ടുകളും ഉൽപ്പാദിപ്പിച്ച് പുറത്തുവിടുന്ന ഇവരുടെ ഈ NGOകൾ ലോക രാജ്യങ്ങളുടെ മാർക്കറ്റുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഈ സർവേ റിപ്പോർട്ടുകളും അതുപോലെ തന്നെ അന്വേഷണ റിപ്പോർട്ടുകളും പുറത്തുവിടുന്നത്. ഇപ്പോഴാണ് നമുക്ക് അറിയേണ്ടത് അദാനി വിഷയം, അതുപോലെ ഭാരതത്തിലുണ്ടാകുന്ന മാർക്കറ്റിന്റെ തകർച്ച അല്ലെങ്കിൽ ഉയർച്ച,
ഇതൊക്കെ അന്താരാഷ്ട്ര തലത്തിലെ ഇത്തരം ഏജൻസികൾ നിയന്ത്രിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം, അങ്ങനെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്നതാണോ? മറ്റൊരു രാജ്യത്ത് കയറി അവിടുത്തെ മാർക്കറ്റിനെ നിയന്ത്രിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. സാധാരണ ജനങ്ങൾക്ക് അറിയാത്തൊരു കാര്യമാണ്. ഇപ്പൊ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നമ്മളെ കമ്മോഡിറ്റി മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നിയമവിധേയമായി പ്രവർത്തിക്കുന്ന എക്സ്ചേഞ്ചുകൾ തന്നെയാണ്, മാർക്കറ്റാണ്. ഇത് അമേരിക്കയിലും ബ്രിട്ടനിലും ചൈനയിലും എന്ന് വേണ്ട എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അപ്പോൾ ആ പ്രദേശങ്ങളിലൊക്കെ ബിസിനസ് നടത്തുന്ന ഈ വമ്പന്മാരെ സംബന്ധിച്ചിടത്തോളം രാജ്യങ്ങളുടെ സാമ്പത്തിക നിലയുടെ റേറ്റിംഗ് വളരെ പ്രധാനമാണ്. അപ്പൊ അതിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് അവർ ഇത്തരം വാർത്തകൾ ഉണ്ടാക്കുന്നത്. ചേട്ടാ, ഈ പറഞ്ഞ ഇപ്പോൾ ജോർജ് സോറോസും ഹിഡൻബർഗും ഒക്കെ അവർക്ക് നിക്ഷിപ്തമായ താല്പര്യങ്ങളുണ്ട്, പ്രത്യേക അജണ്ടകളുണ്ട്. അതെങ്ങനെയാണ് നമ്മുടെ ഈ ഉപരാഷ്ട്രപതിക്കെതിരെ ഒരു അവിശ്വാസമായി മാറിയിരിക്കുന്നത്, അവിശ്വാസ പ്രമേയമായി മാറിയിരിക്കുന്നത് എങ്ങനെയാണ്? അത് മാറാനുള്ള കാരണം, ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ ലോകസഭയിൽ എന്തുകൊണ്ട് ഇത് വന്നില്ല, മോദിക്കെതിരെ വന്നില്ല എന്ന് ചോദിച്ചാൽ, മോദിക്ക് അവിടെ കൃത്യമായ ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ളത് ലോകത്തെല്ലാവർക്കും അറിയാം, ഇന്ത്യയിലും അറിയാം. എന്നാൽ രാജ്യസഭയില് ഇപ്പോൾ NDAക്ക് ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ളത് ലോക വാർത്തയല്ല, ഇന്ത്യയിലെ വാർത്തയുമല്ല. അതുകൊണ്ട് രാജ്യസഭയെ തെരഞ്ഞെടുത്തു, ഒന്നാമത്തെ കാരണം. രണ്ട്, ഈ അദാനി വിഷയത്തിൽ പാർലമെന്റിൽ, പ്രത്യേകിച്ച് രാജ്യസഭയിൽ കോൺഗ്രസ് പാർട്ടി ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ആരോപണങ്ങൾ വ്യക്തമായി ഉന്നയിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് നമ്മുടെ ഉപരാഷ്ട്രപതിയായിട്ടുള്ള രാജ്യസഭാ അധ്യക്ഷൻ. ഇത് രാഷ്ട്രീയമാണ്, അധ്യക്ഷൻ നിഷ്പക്ഷത പുലർത്തണം, ഇതിൽ കയറി ഇടപെടരുത് എന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട് പ്രതിപക്ഷം. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, അദ്ദേഹം രാജ്യസഭാ അധ്യക്ഷൻ മാത്രമല്ല, രാജ്യത്തിന്റെ സാമ്പത്തിക റേറ്റിംഗിനെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു ആരോപണം വരുമ്പോൾ കേവലം അടിസ്ഥാനരഹിതമായി രാജ്യസഭയ്ക്കകത്ത് ഇത് പറയരുത് എന്ന് നിർദ്ദേശിക്കാനുള്ള അധികാരം ഉപരാഷ്ട്രപതി സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹത്തിനുണ്ട്. ഇല്ലെങ്കിൽ രാജ്യം ഡീസ്റ്റെബിലൈസ് ചെയ്യും, എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം തകർന്നു പോകും. അതുകൊണ്ട് അദ്ദേഹം ആ ഡ്യൂട്ടി ചെയ്യുകയാണ്. ഇത് വലിയൊരു പ്രതിരോധമാണ്. ജോർജ് സോറോസിന്റെയും ഹിൻഡൻബർഗിന്റെയും ഒക്കെ അജണ്ടകൾ നടപ്പാക്കാൻ പാർലമെന്റിൽ കിടന്ന് കളിക്കുന്ന കോൺഗ്രസുകാർക്കും പ്രതിപക്ഷ എംപിമാർക്കും ഇദ്ദേഹം ഒരു വലിയ വൻമതിലായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ സോറോസ് പറഞ്ഞു കാണും, ഹിൻഡൻബർഗ് പറഞ്ഞു കാണും, എന്നാ ഒരു കാര്യം ചെയ്യും, ധൻഖറിനെ അങ്ങ് പൂശിയാരെ, ധൻഖറിനെതിരെ കൂടെ ഒരു അവിശ്വാസം. അപ്പൊ ഇവർക്കും അറിയാം, അതുപോലെ അവർക്കും അറിയാം, ഈ ധൻഖറിനെ താഴെ ഇറക്കാനുള്ള വോട്ടൊന്നും ഇവർക്കില്ലാന്ന്. പിന്നെ എന്തിനാണ് അവിശ്വാസം? അവിശ്വാസത്തിന്റെ കാര്യം ഇതാണ്, ഈ അവിശ്വാസത്തിന് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അത് വലിയ വാർത്തയാവില്ല. പക്ഷെ അമേരിക്കയില്, യൂറോപ്പില്, ചൈനയില്, ലോകരാജ്യങ്ങളിൽ ഇവരുടെ തന്നെ പണം പറ്റുന്ന മാധ്യമങ്ങൾ ഇത് വൻ വാർത്തയാണ്. ഇന്ത്യൻ ഉപരാഷ്ട്രപതി പരാജയപ്പെടാൻ പോകുന്നു. അവിടെ രാജ്യസഭാ ചെയർമാൻ എന്നൊന്നും പറഞ്ഞാൽ വിദേശത്തുള്ളവനെ അറിയത്തില്ല. അവർ പറയാൻ പോകുന്നത് ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയം. സാങ്കേതികമായി ശരിയല്ലേ? ശരിയാണ്. അപ്പൊ ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു, അദ്ദേഹം പരാജയപ്പെടാൻ പോകുന്നു, ഇന്ത്യ തകരാൻ പോകുന്നു, അതിന്റെ പിന്നാലെ മോദി രാജിവെക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റുകളിലെ സ്റ്റോക്കിന്റെ വില ഇടിയും, അതുപോലെ കറൻസിയുടെ വില ഇടിയും. ഇത് ഇടിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ലാഭമാണ്. അതെങ്ങനെയാ ലാഭമാകുന്നത്? ഇടിഞ്ഞാൽ എങ്ങനെയാ ലാഭമാകുന്നത്? ഇത് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ ഒരു സെല്ലിംഗ് സിസ്റ്റം ഉണ്ട് മാർക്കറ്റുകളിൽ. അതായത് ഇപ്പൊ നമുക്ക് രണ്ടുപേർക്ക് ഈ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞപ്പോ പിടികിട്ടി. പക്ഷേ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന 99% ആൾക്കാർക്ക് ഈ ഷോർട്ട് സെല്ലിംഗ് എന്താ അങ്ങനെ പിടികിട്ടില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോ ഇവര് ഷോർട്ട് സെല്ല് ചെയ്യുന്നതൊക്കെയാണ്. ബ്രിട്ടനിലെ ബാങ്ക് മുഴുവൻ പൊളിച്ചത് ഈ ജോർജ് സോറോസ് ഷോർട്ട് സെല്ലിംഗ് നടത്തിയിട്ടാണ്. അതുപോലെ സിംഗപ്പൂരിനെ പൊളിച്ചു, തായ്വാൻ, മലേഷ്യ, സിംഗപ്പൂർ, ആ പ്രദേശത്തെ മുഴുവൻ രാജ്യങ്ങളെ പൊളിച്ചു, ഷോർട്ട് സെല്ലിംഗ് നടത്തിയിട്ടാണ്. ജർമ്മനിയെ സാമ്പത്തികമായിട്ട് തകർത്തു, ഷോർട്ട് സെല്ലിംഗ് നടത്തിയിട്ടാണ്. അപ്പോൾ ഇത്തരം ഷോർട്ട് സെല്ലിങ്ങുകൾ നടത്തണമെങ്കിൽ പൊളിറ്റിക്കൽ അൺസ്റ്റെബിലിറ്റി ഉണ്ടാവണം. അപ്പോൾ ഡീസ്റ്റെബിൾ ആയിട്ടുള്ള ഒരു രാജ്യത്ത് ആരും ഒരു റേറ്റിംഗും കൊടുക്കുകയില്ല. അപ്പോൾ സാമ്പത്തികമായി ഇതാ ഇന്ത്യ തകരാൻ പോകുന്നു, വൈസ് പ്രസിഡന്റ് പരാജയപ്പെടാൻ പോകുന്നു എന്ന വാർത്ത സൃഷ്ടിച്ചിട്ട് ലാഭമുണ്ടാക്കുന്ന ഷോർട്ട് സെല്ലിംഗ് തന്ത്രമാണ് ഇതിന്റെ പറയൽ. ചേട്ടാ, ഒരു കാര്യം കൂടി, ഈ പറയുന്നത് പോലെ ഇന്ത്യ മുന്നണിയിൽ അങ്ങനെ ഒരു കെട്ടുറപ്പോടുകൂടിയാണോ അവർ ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നത്? എന്താണ് BJPയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഇക്കാര്യത്തിലുള്ള ഇതിനെ നിരീക്ഷിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ നിലപാട് എന്തായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയില് ഇപ്പോൾ ഐക്യമില്ല. കോൺഗ്രസിനകത്ത് ഐക്യമില്ലല്ലോ. കോൺഗ്രസിൽ ഇപ്പൊ പണ്ട് ഒരാളെ തൊഴുതാൽ മതിയായിരുന്നു. ഇപ്പൊ സോണിയെ തൊഴണോ, രാഹുലിനെ തൊഴണോ, പ്രിയങ്കയെ തൊഴണോ എന്ന് MP മാര് സംശയമാണ്. പാർലമെന്റ് നടപടികളുടെ വീഡിയോ എടുത്ത് നോക്കൂ.
ആൾക്കാർ കോൺഗ്രസ് എംപിമാർ മുഴുവൻ നടക്കുന്നത് പ്രിയങ്കയുടെ പുറകില. സോണിയെ നോക്കുന്നില്ല, രാഹുലിനെ മൈൻഡ് ചെയ്യുന്നില്ല. രാഹുൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ദണ്ഡി നടക്കാന്ന് പറയാം. പാർലമെന്റിൽ കൂടെ ഒറ്റയ്ക്ക് ദണ്ഡി നടക്കുകയാണ് രാഹുൽ. ഒറ്റയാളും കൂടെ കൂടാനില്ല, എല്ലാം പ്രിയങ്കയുടെ പറയാം. അപ്പൊ കോൺഗ്രസിന് 3 തലയാ. ഇതിൽ ഏത് തലയെ തൊടണം എന്നുള്ളത് കോൺഗ്രസിലെ എംപിമാർക്ക് പോലും അറിയില്ല. അതേസമയം ഇവിടെ തൃണമൂൽ കോൺഗ്രസിലെ മമതാ ബാനർജിയെ ND മുന്നണിയുടെ അധ്യക്ഷയാക്കണമെന്ന് പറഞ്ഞ് ഘടകകക്ഷികൾ മുന്നോട്ട് വന്നു. SP മുന്നോട്ട് വന്നു, RJD മുന്നോട്ട് വന്നു, നമ്മുടെ DMK മുന്നോട്ട് വന്നു, CPM CPI എല്ലാവരും അവരിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യ മുന്നണി പൊട്ടിച്ചെതറി കഴിഞ്ഞു. അതിന് കഷ്ണം കഷ്ണമായിട്ട് താഴോട്ട് വരാനുള്ള താമസം മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഈ പാർലമെന്റ് സെഷൻ നടക്കുകയാണ്. അവിശ്വാസ പ്രമേയം വരുമോ എന്ന് തന്നെ ഒരു ഉറപ്പുമില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അവിശ്വാസ പ്രമേയം വന്നാൽ അതിന്മേലുള്ള ചർച്ച എങ്ങനെ പോകും, അത് എന്താണ് അതിന് സംഭവിക്കാൻ പോകുന്നത്, ഭരണപക്ഷം എങ്ങനെയാണ് അതിനെ നേരിടാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം, അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.